പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനൊരുങ്ങിയ തലസ്ഥാനം. പ്രധാനമന്ത്രി എത്തുന്നത് വാഗ്ദാനങ്ങൾ നിറവേറ്റിയ ശേഷമെന്ന് ബി.ജെ.പി. തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ വി. രാജേഷ്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ചരിത്രം സൃഷ്ടിച്ച ശേഷമാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തുന്നത്. പ്രധാനമന്ത്രിയുടെ പരിപാടികളുടെ പൂർണ്ണ വിവരം നാളെയോടെ ലഭ്യമാകുമെന്നും വി. രാജേഷ് ജനം ടിവിയോട് പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് 50 വർഷം മുൻപ് തന്നെ അല്ലെങ്കിൽ ജനസംഘ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങൾ, ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവിയായാലും അയോധ്യ ശ്രീരാമക്ഷേത്രമായാലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം വരുന്നത്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇത്രത്തോളം ഗവൺമെൻറ്റിൻ്റെ എനർജി അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ലഭിക്കുന്ന നികുതിപ്പണം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു അഴിമതി ആരോപണത്തിന് പോലും വിധേയമാകേണ്ടി വന്നിട്ടില്ലാത്ത ആദ്യത്തെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ചരിത്രം സൃഷ്ടിച്ചിട്ട് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇപ്പോൾ അവസാനത്തെ UAE സന്ദർശനം ഉൾപ്പെടെ ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ നരേന്ദ്രമോദിക്ക് കീഴിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇത്രത്തോളം ചരിത്രങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നത്. അതുകൊണ്ട് തന്നെ BJP പ്രവർത്തകർക്ക് അപ്പുറം ഇതുവരെയും BJPക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകളിലുള്ള ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ, വളരെ വലിയൊരളവിൽ നിഷ്പക്ഷരായ ജനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വരവിൽ ആഹ്ലാദ ചിത്തരാണ്.